ഇപ്പോൾ കാണിക്കുന്നത് സ്പേസിലുള്ള ഒരു കാസിനോയാണ്. ഇപ്പോൾ ആ കാസിനോയുടെ ഉള്ളിൽ ആ കാസിനോയുടെ ഓണർ തന്നെ ഒന്നും ചെയ്യരുതെന്നും തനിക്കൊരു കുടുംബമുള്ളതാണെന്നും നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ നിനക്ക് തരാമെന്നും തന്നെ കൊല്ലരുതെന്നും ആരോടോ പേടിച്ച് കരഞ്ഞു പറയുകയാണ്. ഇപ്പോൾ കാസിനോയുടെ ഓണറിനെ കൊല്ലാൻ നോക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കോസ്മിക് ഗോസ്റ്റ് റൈഡറാണ്. കോസ്മിക് ഗോസ്റ്റ് റൈഡർ ആ കാസിനോയിലുള്ള ആളുകളെ മുഴുവൻ വളരെ ദാരുണമായി കൊന്നിട്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഇപ്പോൾ തന്നെ കൊല്ലരുതെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓണറിനെ ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഭാഗ്യത്തിന് അവിടെ പരിക്ക് പറ്റി കിടന്ന ഒരാൾ ഗോസ്റ്റ് റൈഡറിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് ആ തക്കത്തിന് ആ ഓണർ ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്ത് നിന്നും ഓടിപ്പോയി. പക്ഷെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ തന്നെ അറ്റാക്ക് ചെയ്ത ആളിനെ ഇല്ലാതെയാക്കിയിട്ട് ഓണറിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഓണറിനെ കോസ്മിക് ഗോസ്റ്റ് റൈഡർ കൊല്ലുകയാണ്. ഇപ്പോൾ ഈ കൊലപാതകം കണ്ട് കിടക്കപ്പായിൽ നിന്നും ഒറിജിനൽ ഗോസ്റ്റ് റൈഡറായ ഫ്രാങ്ക് അഥവാ നമ്മുടെ പണിഷർ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക് കണ്ട ഒരു സ്വപ്നമായിരുന്നു കോസ്മിക് ഗോസ്റ്റ് റൈഡർ നേരത്തെ ആ കാസിനോയിലുള്ള ആളുകളെയും ഓണറിനെയും കൊല്ലുന്നതൊക്കെ. ഈ ഫ്രാങ്ക് ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ ആകുന്നതെല്ലാം നിർത്തി സ്വസ്ഥമായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താനാണ് ഗോസ്റ്റ് റൈഡർ എന്ന് അറിയാത്ത ആളുകളുള്ള ഏതോ ഒരു പ്ലാനറ്റിൽ ഒരു ബാറിൽ ഒരു സാധാരണ ജോലിക്കാരനായി ഫ്രാങ്ക് ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. ഫ്രാങ്ക് ജോലി ചെയ്യുന്ന ബാറിൻ്റെ ഓണറിൻ്റെ പേര് മാർലോ എന്നാണ്. മാർലോയ്ക്ക് ആക്സൽ എന്ന പേരുള്ള ഒരു മകളുമുണ്ട്. ഈ മാർലോയ്ക്ക് ഫ്രാങ്കിനോട് വലുതായി താല്പര്യമോ ഇഷ്ടമോ ഇല്ല. കാരണം ഫ്രാങ്ക് എന്ന ഫ്രാങ്കിൻ്റെ പേരല്ലാതെ ഫ്രാങ്കിനെ പറ്റി വേറെ ഒന്നും മാർലോയ്ക്ക് അറിയത്തില്ല. ഫ്രാങ്ക് ചിലപ്പോൾ ഒരു കൊലപാതകിയോ കള്ളനോ പിടിച്ചുപറിക്കാരനോ ആയിരിക്കുമെന്നും അങ്ങനെ വല്ലതുമാണെങ്കിൽ തൻ്റെ മകളെയും തന്നെയും ഫ്രാങ്ക് ഉപദ്രവിക്കുമെന്ന് മാർലോ പേടിക്കുന്നുണ്ട്. പക്ഷെ ആക്സലിന് അങ്ങനെ പേടിയൊന്നുമില്ല. ഫ്രാങ്ക് ആളൊരു പാവമാണ്, നല്ലവനാണ് എന്നൊക്കെയാണ് ആക്സൽ വിശ്വസിക്കുന്നത്. മാർലോയുടെ ഫ്രാങ്കിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റുവാനും ആക്സൽ നോക്കുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ മാർലോയും ആക്സലും ആ ബാറിൽ ഫ്രാങ്കിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ അങ്ങോട്ട് ഒരാൾ കടന്നു വരികയാണ്. മാർലോ ബാർ അടച്ചുവെന്നും ദയവ് ചെയ്ത് തിരിച്ചു പോകാൻ അയാളോട് പറയുന്നുണ്ടെങ്കിലും അയാൾ അത് കേൾക്കുന്നില്ല. മാത്രമല്ല അയാളെ ബലമായി പുറത്തേക്ക് ഇറക്കുവാൻ വന്ന മാർലോയെ അയാൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മാർലോയുടെയും ആക്സലിൻ്റെയും നേരെ 2 തോക്കുകൾ ചൂണ്ടിയിട്ട് അവരോട് തൻ്റെ പേര് ക്രാൾ ഡ്രാവിറ്റ് എന്നാണെന്നും താൻ വന്നിരിക്കുന്നത് കോസ്മിക് ഗോസ്റ്റ് റൈഡറിനെ പിടികൂടുവാനാണെന്നും മര്യാദയ്ക്ക് അവൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ 2 പേരെയും കൊല്ലുമെന്ന് ക്രാൾ ഡ്രാവിറ്റ് ആക്സലിനോടും മാർലോയോടും പറഞ്ഞതും അപ്പോൾ തന്നെ അവിടെ ബാറിലെ പൊട്ടിപ്പോയ പൈപ്പുകളെല്ലാം ശരിയാക്കിയിട്ട് അവിടേക്ക് അവരുടെ സംസാരമെല്ലാം കേട്ട് ഫ്രാങ്ക് വരികയാണ്. എന്നിട്ട് ക്രാൾ ഡ്രാവിറ്റിനോട് കോസ്മിക് ഗോസ്റ്റ് റൈഡർ ഇപ്പോൾ ഇല്ല എന്നും ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നും മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകുവാനും ക്രാൾ ഡ്രാവിറ്റിനോട് ഫ്രാങ്ക് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഫ്രാങ്കിനെ കണ്ടതും ഈ സക്കാരൻസിന് വേണ്ടിയാണ് താനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ക്രാൾ ഫ്രാങ്കിന് നേരെ വെടിവെച്ചതും ആ വെടി ദേഹത്ത് കൊള്ളാതെ ഫ്രാങ്ക് ഒഴിഞ്ഞു മറന്നു. എന്നിട്ട് ക്രള്ളിനോട് സക്കാരൻസിന് തന്നെ ഇല്ലാതെയാക്കുവാൻ എന്താണ് ഇത്ര ആഗ്രഹമെന്ന് ക്രള്ളിനോട് ചോദിച്ചതും അത് നിനക്ക് തന്നെ അറിയത്തില്ല എന്ന് ഫ്രാങ്കിനോട് ക്രൾ പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഫ്രാങ്ക് അതിസാഹസികമായി ക്രള്ളിൻ്റെ കയ്യിലുള്ള ഒരു തോക്ക് അടിച്ചു മാറ്റുന്നു. പക്ഷെ ആ ക്രള്ളാണെങ്കിൽ ആക്സലിനെ പിടിച്ച് പുള്ളിക്കാരുടെ തലയിൽ തോക്ക് ചൂണ്ടിയിട്ട് ഫ്രാങ്കിനോട് മര്യാദയ്ക്ക് കീഴടങ്ങാനും ഇല്ലെങ്കിൽ ഈ പെണ്ണിനെ ഞാൻ കൊല്ലുമെന്നും നീ കാരണം സക്കാരൻസിന് ഉണ്ടായ ദുരന്തം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണെന്നും മര്യാദയ്ക്ക് കീഴടങ്ങാനും ക്രൾ ഫ്രാങ്കിനോട് പറഞ്ഞതും സക്കാരൻസിന് തന്നോട് എന്താണ് പ്രശ്നമെന്ന് തനിക്കറിയില്ല എന്നും പക്ഷെ ഞാൻ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല എന്നും മര്യാദയ്ക്ക് ആ പെണ്ണിനെ വിടുവാൻ ക്രള്ളിനോട് ഫ്രാങ്ക് പറയുകയാണ്. പക്ഷെ ക്രൾ അത് കേൾക്കുന്നില്ല. പുള്ളിക്കാരൻ ആക്സലിനെ കൊല്ലാൻ വേണ്ടി പോയതും അന്നേരം തന്നെ മാർലോ ആക്സലിനെ രക്ഷിക്കുവാൻ വേണ്ടി ക്രള്ളിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാൻ വേണ്ടി ചെന്നതും അപ്പോൾ തന്നെ ക്രൾ മാർലോയെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ മാർലോ മരിച്ചത് കണ്ട് ആക്സലും ഫ്രാങ്കും ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഇതെല്ലാം കണ്ട് വേറെ ഒരാൾ കിടക്കപ്പായിൽ നിന്നും ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. അയാളുടെ രൂപം ഫ്രാങ്കിനെ പോലെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അയാൾ ഗോസ്റ്റ് റൈഡറായി മാറുകയും ചെയ്യുന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ 2 കോസ്മിക് ഗോസ്റ്റ് റൈഡേഴ്സ് ആണ് ഉള്ളത്. മാത്രമല്ല അവർ 2 പേരും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് 2 പേർക്കും സ്വപ്നങ്ങളിലൂടെ കാണുവാനും സാധിക്കുന്നു. മാത്രമല്ല ഈ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ ചെയ്യുന്ന തെറ്റുകൾ കാരണമാണ് നമ്മുടെ ഒറിജിനൽ ഫ്രാങ്കിനെ ആ ക്രള്ള് കൊല്ലാൻ വേണ്ടി വന്നത്. മാത്രമല്ല ഫ്രാങ്കിന് 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ പറ്റിയോ 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ ഫ്രാങ്കിനെ പറ്റിയോ ഒന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ പറ്റിയും ഒന്നും അറിയത്തില്ല. അവരെല്ലാവരും 2ാമത്തെ ഗോസ്റ്റ് റൈഡർ ഫ്രാങ്ക് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്.